celebrating 13 colorful years of capturing heartbeats of Keralites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or in smart television. അരശതാബ്ദമായി അമേരിക്കയിലേക്ക് കുടിയേറുന്ന മലയാളി സമൂഹത്തിന്റെ പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങളും സാംസ്കാരിക പരിരക്ഷണവും പതിവിനുമുചിതമായി പ്രതിവർഷം വർദ്ധിക്കുന്നു. സകല മലയാളി മനസ്കരും കൈരളി തനിമയിലുള്ള ആചാരാലയങ്ങളിൽ പടുത്തുയർത്തി പതിവായി പങ്കെടുക്കുന്നു. മലയാളി പരിപാടികൾക്കും ആഘോഷങ്ങൾക്കും ആരാധനകൾക്കും എത്തിച്ചേരുന്നവരിലധികവും കേരള രീതിയിൽ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. നവയുഗത്തിൽ തിരുവോണം കേരളീയരുടെ മാത്രമായിട്ടുള്ള വിപുലമായ ചടങ്ങാണ്. കുലശേഖര പെരുമാളിന്റെ കാലഘട്ടമായ AD 800 നൂറ്റാണ്ടിൽ ഒരു മാസം നീണ്ട ആഘോഷ പരിപാടികളോടുകൂടി തിരുവോണം ആരംഭിച്ചതായി രേഖകളിൽ പറയുന്നു. ദ്രാവിഡൻ ആചാരവിചാരത്തിലൂടെയും ധർമ്മചിന്തയിലൂടെയും വിവിധ മതങ്ങളുടെ സ്വാധീനത്തിൽ കൂടെയും കേരള സംസ്കാരം ഉറവെടുത്തതായി വൻ വിഭാഗം വിശ്വസിക്കുന്നു. തിരുവോണത്തിനൊപ്പം മലയാളികൾ മാത്രമായി ആഘോഷിക്കുന്ന വിഷു, തിരുവാതിര, തെയ്യം, ആറ്റുകാൽ പൊങ്കാല, മകരവിളക്ക്, അമ്പലപ്പുഴ ആറാട്ട്, ആറന്മുള ഉത്രട്ടാതി തുടങ്ങിയ സമൂഹമായും മേഖലാടിസ്ഥാനത്തിൽ പരിമിതിയില്ലാതെ ആഘോഷിക്കുന്ന അനേകം പരിപാടികൾ നിലവിലുണ്ട്. അമ്പല ഉത്സവങ്ങൾ, പള്ളിപ്പെരുന്നാളുകൾ, മുസ്ലിം മതസ്ഥരുടെ റംസാൻ തുടങ്ങിയുള്ള വിവിധ മതങ്ങളുടെ ആഘോഷങ്ങൾ കേരളീയരുടെ മതാചാരങ്ങളിലുപരിയായി ഐക്യതയും പരസ്പര ധാരണയും സ്നേഹവും വർദ്ധിപ്പിക്കുന്നു. സ്വദേശത്തും പരദേശത്തുമുള്ള മലയാളികൾ വിപുലമായിട്ടും ചുരുക്കമായിട്ടും സാമൂഹികമായി കൈരളീക ആഘോഷങ്ങൾ നടത്തുവാനും സംബന്ധിക്കുവാനും തൽപരരാണ്. അമേരിക്കയിലേക്ക് കുടിയേറിയ വിവിധ മതസ്ഥരായ വൻ വിഭാഗം മലയാളികൾ ജാതിക്കും സഭകൾക്കും ഉത്തമമായ ആരാധനാലയങ്ങളിൽ അംഗത്വം സ്വീകരിക്കുന്നു. മുഖ്യമായും യുവതലമുറയുടെ സ്വഭാവ ഉദ്ധാരണത്തിനും ദുഷ്ടചിന്ത വെടിഞ്ഞ് സൽഗുണ സമ്പന്നരാകണമെന്ന സതുദ്ദേശത്തോടെയുമാണ്. വൻ വിഭാഗം ക്രൈസ്തവരായ മലയാളികൾ വിവിധ സഭാ നേതൃത്വത്തിൽ നടത്തുന്ന സെമിനാറുകളിൽ മുഖ്യമായും മലയാള ഭാഷയിലും പ്രഭാഷണങ്ങളും ക്ലാസുകളും നടത്തുന്നതിനോടൊപ്പം അമേരിക്കൻ രണ്ടാം തലമുറയിലെ മലയാളി യുവജനങ്ങൾക്കു കൂടി വേണ്ടി കൂട്ടിക്കലർത്തി ഇംഗ്ലീഷ് ഭാഷാ വാക്കുകളും കൈകാര്യം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ലാൻകാസ്റ്റർ, പെൻസിൽവാനിയയിൽ 500-ലധികം മലയാളികൾ സംബന്ധിച്ച 4 ദിവസം നീണ്ട സെമിനാറിൽ യഥോചിതം മലയാള ഭാഷയും ഇംഗ്ലീഷും സന്ദർഭാനുസരണം വിനിയോഗിച്ചതിൽ അമേരിക്കയിൽ ജനിച്ചു വളർന്ന മലയാളി യുവതീ യുവാക്കളും കുട്ടികളും അശേഷം പരിഭവം പ്രകടിപ്പിച്ചതായി സംഘാടകർ വെളിപ്പെടുത്തിയില്ല. 90% മലയാളി അമേരിക്കൻ കുടിയേറ്റക്കാരും സ്വന്തം വീട്ടിൽ മലയാളത്തിൽ തന്നെ സംസാരിക്കുന്നതിനാൽ കുട്ടികളും മലയാളം സംസാരങ്ങൾ മനസ്സിലാക്കുകയും സന്ദർഭോചിതമായി മലയാളത്തിൽ തന്നെ സംസാരിക്കുകയും ചെയ്യുന്നു. കാത്തലിക്, ഓർത്തഡോക്സ്, മാർത്തോമ സഭാംഗങ്ങളും CSI വിഭാഗക്കാരുമടക്കം വൻ വിഭാഗം മലയാളികൾ മാതൃഭാഷയിൽ തന്നെ കൂടുതലായും ആരാധനകൾ അർപ്പിക്കുന്നതോടൊപ്പം പെരുന്നാൾ, ഈസ്റ്റർ തുടങ്ങിയ ആഘോഷങ്ങളും തന്മയത്തമായി നടത്തുന്നു. അമേരിക്കയിലേക്ക് കുടിയേറ്റ നിയമാനുസരണം മലയാളികൾ തുടർച്ചയായി എത്തിച്ചേരുന്നതിനാൽ മലയാള ഭാഷയ്ക്ക് മങ്ങലേൽക്കാതെ എല്ലായ്പ്പോഴും നിലനിൽക്കും. ന്യൂസ് ഡെസ്ക്, പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.